all, I thank all of you from the deepest place in my heart for bringing me here today and for making me your Member of Parliament. As you know, and I said in my very first speech here, it has been 35 years since I have been campaigning for elections. This is the first election I stood for my own election. But I just want to say to you that I remember each one of you who has waited for me here in Wayanad. I remember each one of your faces. I remember each child, every mother, every sister, every brother, everyone who has come to greet me, everyone who has waited for me on the side of the streets, outside their houses, brought me a flower, given me a hug, given me a kiss. I remember each one of you. Truly from my heart, I thank each one of you for what you have given me. യഥാർത്ഥത്തിൽ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങൾ എനിക്ക് എന്ത് നൽകിയോ അതിനുവേണ്ടി ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. And the value of what you have given me lies in your love and in your trust. നിങ്ങൾ എനിക്ക് എന്താണോ നൽകിയത് അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത്, ആ മൂല്യം നിലനിൽക്കുന്നത് നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹത്തിലും വിശ്വാസത്തിലുമാണ്. I am in parliament for you. ഞാൻ ഇന്ത്യൻ പാർലമെന്റിലുള്ളത് നിങ്ങൾക്ക് വേണ്ടിയാണ്, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. It is your voice that I will raise. It is your problems that I will try to resolve. It is your beliefs, your values, your hopes and your aspirations that I will stand for each and every day from now until the end. ഇന്ത്യൻ പാർലമെന്റിൽ ഇന്നു മുതൽ അവസാനം വരെയുള്ള എല്ലാ ദിവസവും ഞാൻ ഉയർത്തുന്നത് നിങ്ങളുടെ ശബ്ദമായിരിക്കും, നിങ്ങളുടെ ആവശ്യങ്ങളായിരിക്കും, നിങ്ങളുടെ അഭിലാഷങ്ങളായിരിക്കും, നിങ്ങളുടെ പ്രശ്നങ്ങളായിരിക്കും, നിങ്ങളുടെ ചിന്തകളായിരിക്കും. എല്ലാ ദിവസവും ഞാൻ ഇന്ത്യൻ പാർലമെന്റിൽ ഉയർത്താൻ പോവുകയാണ്. In many ways, the political challenges we face today are like that landslide. പല അർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് നമ്മൾ നേരിടുന്ന രാഷ്ട്രീയ വെല്ലുവിളികൾ എന്ന് പറയുന്നത് ഇവിടെ നടന്ന മണ്ണിടിച്ചിൽ പോലെയാണ്. There are no rules. ഒരു നിയമങ്ങളുമില്ല. There is no explanation. പലതിനും വിശദീകരണങ്ങളുമില്ല. And the behavior of the ruling party, the behavior of the BJP knows no democratic norms, no norms that we normally would adhere to in a political fight. ബിജെപിയുടെ പെരുമാറ്റത്തിൽ യാതൊരു ജനാധിപത്യ മര്യാദയുമില്ല. ഒരു രാഷ്ട്രീയ യുദ്ധത്തിൽ, രാഷ്ട്രീയ പോരാട്ടത്തിൽ പാലിക്കേണ്ട ഒരു ജനാധിപത്യ മര്യാദയും അവർ പാലിക്കുന്നില്ല. Institutions are destroyed. നമ്മുടെ രാജ്യത്തെ സ്ഥാപനങ്ങൾ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Even our basic faith in the electoral process, in other institutions that held our country together, wavers. ഇപ്പൊ നമ്മളുടെ രാജ്യത്തെ അടിസ്ഥാനപരമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള നമ്മുടെ അടിസ്ഥാന വിശ്വാസം, അതുപോലെ നമ്മളെ സംരക്ഷിക്കുന്ന പല സ്ഥാപനങ്ങളിലുള്ള വിശ്വാസം, ഇതൊക്കെ ഇപ്പോ ചഞ്ചലപ്പെടുന്ന ഒരു അവസ്ഥയാണുള്ളത്. And just like Hani's fight is for the basic, for his life to go on from day to day, our fight is for the basis on which our country was built. It is for the basic values of our constitution. എങ്ങനെയാണോ ഹാനിയുടെ പോരാട്ടം എന്ന് പറയുന്നത് ജീവിതത്തിൽ അടിസ്ഥാനപരമായി ഓരോ ദിവസവും മുൻപോട്ട് പോകാൻ വേണ്ടിയുള്ളതാണോ, അതുപോലെ നമ്മുടെ ഇന്നത്തെ പോരാട്ടം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ നിലനിർത്തുന്ന അടിസ്ഥാന മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. And we require the same kind of courage, the same kind of strength, the same kind of tenacity. അത് മാത്രമല്ല, നമുക്ക് അതേപോലെയുള്ള കരുത്ത് വേണം, അതുപോലെയുള്ള ധൈര്യം വേണം, അതുപോലെ പോരാടാനുള്ള വീര്യം. When I came here during the election, I told you that you gave my brother strength, that I as his sister could see how much courage he got from you. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇവിടെ വന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എത്രമാത്രം കരുത്താണ് എൻ്റെ സഹോദരന് നൽകിയത്. ഒരു സഹോദരി എന്ന നിലയിൽ എനിക്ക് കാണാൻ പറ്റി എത്രമാത്രം നിങ്ങൾ അദ്ദേഹത്തിന് കരുത്ത് നൽകിയെന്ന്. By making me a member of parliament, by showing me your love, by giving me your support, you are also giving me your strength and you are also giving me courage. അതുമാത്രമല്ല, ഇന്ന് നിങ്ങളുടെ ജനപ്രതിനിധിയായി നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതിലൂടെ, നിങ്ങളുടെ പിന്തുണ എനിക്ക് നൽകുന്നതിലൂടെ, നിങ്ങളുടെ സ്നേഹം എനിക്ക് നൽകുന്നതിലൂടെ നിങ്ങൾ എനിക്കും നിങ്ങളുടെ ധൈര്യം നൽകുകയാണ്, നിങ്ങളുടെ കരുത്ത് എനിക്ക് നിങ്ങൾ നൽകുകയാണ്. I am here to learn from you. I am here to understand your problems in depth. ഞാൻ നിങ്ങളിൽ നിന്ന് പഠിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആഴത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനാണ് ഞാൻ ഇവിടെ ഉള്ളത്. Of course I know about the night ban.
I know about the man-animal conflict, the need for health services, the need for better educational institutions. But I am now here to fight for all of this, to work with you, to understand them properly from you. I will come to you. I will come to your houses. I will meet with you. The doors of my office are open to you. The doors of my home are open to you. Anytime that you need anything, I am here to help with it, to serve you. എനിക്ക് ഇവിടുത്തെ രാത്രിയാത്രാ നിരോധനത്തെ കുറിച്ചറിയാം, വന്യജീവി സംഘർഷങ്ങളെ കുറിച്ചറിയാം, മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങളും നിങ്ങൾക്ക് വേണമെന്നുള്ള പ്രശ്നത്തെ കുറിച്ചറിയാം. പക്ഷേ അത് കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ നിങ്ങളിലേക്ക് വരും. നിങ്ങളെ അത് ആഴത്തിൽ എനിക്ക് നിങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം. എൻ്റെ ഓഫീസിന്റെ വാതിലുകൾ, എൻ്റെ വീടിന്റെ വാതിലുകൾ എല്ലായ്പ്പോഴും ഇവിടുത്തെ ജനങ്ങൾക്കായി, നിങ്ങൾക്കായി തുറന്നു കിടക്കും. I know that you will miss my brother, but I also assure you that I will leave no stone unturned in trying to make for you a stronger, better future. Whether you are a farmer from Wayanad, whether you are a shopkeeper, a businessman, whether you are a friend of mine, a sister, all of you who live here, who work here, I will work with you to improve your life and to make a stronger future for you. എനിക്കറിയാം, എൻ്റെ സഹോദരൻ ഇവിടെ ഇല്ലാത്തപ്പം അദ്ദേഹത്തെക്കുറിച്ചുള്ള നഷ്ടബോധം നിങ്ങൾ അനുഭവിക്കും. അദ്ദേഹത്തെ മിസ് ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷെ അദ്ദേഹത്തിന്റെ അഭാവം ഇല്ലാത്ത വിധത്തിൽ ഞാൻ കഠിനമായി പരിശ്രമിച്ച് ഇവിടുത്തെ ഒരു കർഷകനാകട്ടെ, ചെറുകിട കച്ചവടക്കാരനാകട്ടെ, ഇവിടെയുള്ള എൻ്റെ സഹോദരിയായ സുഹൃത്തായ ഒരു സിസ്റ്റർ ആകട്ടെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി